വീർ ഒന്ന് കണ്ണ് തുറന്ന് നോക്ക്. അപ്പൂപ്പ ഫിനിഷ്. കണ്ടില്ലേ, വീറിന്റെ കഥയും അവസാനിച്ചു. ആ ഇമിലിയെ പോലും ജെയിൻ ബഗ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ വീറിന്റെ കഥ ഇതോടെ അവസാനിച്ചു അല്ലേ ബോസ്? പറയൂ അപ്പൂപ്പ, എനിക്ക് ഒരു കുഴപ്പമില്ല. ആ ജെയിൻ ബഗ് എവിടേക്കാ പോയത്? അതെവിടെ നിന്ന് പോകുമ്പോ നമ്മുടെ എമിലിയും പൊക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. എന്നുവെച്ചാ ഇംലിക്ക് എന്തോ അപകടം ഉണ്ടെന്ന് തോന്നുന്നു. ആ ജെയിൻ ബഗ് എങ്ങോട്ടാ പോയത്? ചിണ്ടു ചിണ്ടു ചിണ്ടു, ആ ജെയിൻ ബഗ് നമ്മുടെ എമിലിയെ എങ്ങോട്ടാ കൊണ്ടുപോയെന്ന് കണ്ടുപിടിക്ക്. പക്ഷേ വന്നല്ലോ. അതെ റോബോ ബോയ്, നീ ശരിക്കും ഗ്രേറ്റ് ആണ്. അല്ലല്ല, ശരിക്കും ഗ്രേറ്റ് ആണ്. ബോസ്, എന്നെ രക്ഷിക്കണം ബോസ്, ഞാനിവിടെ കുടുങ്ങി കിടക്കുക. മോനെ, നിന്റെ ആ ട്രാക്കിംഗ് ഡിവൈസിന്റെ സഹായത്തോടെ ഞാൻ ഈ സ്ഥലത്തിന്റെ അഡ്രസ് കണ്ടുപിടിച്ചു. വീർ ഈ കാണുന്ന ബ്ലോബില്ലേ, അത് ഉടനെ തന്നെ നമ്മൾ ഡിഫ്യൂസ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് ഫ്ലെയിമിന്റെ റേസ് അയച്ച് അതിനെ ചിന്ന ഭിന്നമാക്കി കളയണം. എന്നിട്ട് അതൊരു കല്ലാക്കി മാറ്റണം. എങ്കിൽ മാത്രമേ അതിന്റെ പവറിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. വീർ, നിന്റെ കളി ഇതോടെ അവസാനിച്ചു. ഞാൻ പറഞ്ഞു തന്ന ടെക്നിക് ഉടനെ തന്നെ യൂസ് ചെയ്യും മോനെ. വീർ എങ്ങനെയെങ്കിലും അതിനെ നശിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. വീർ അതിന്റെ മുകളിലേക്ക് ഫ്ലെയിമിന്റെ റേസ് പാസ് ചെയ്യുക. എന്നിട്ട് അത് ചിന്ന ഭിന്നമാക്കി മാറ്റണം. അത് കല്ലാക്കണം. ബോസ്, നിങ്ങളുടെ ലക്ഷ്യം നിറവേറുമെന്നാ തോന്നുന്നത്. വീർ ഈസ് ഫിനിഷ്. ബോസ്, അവൻ വീണ്ടും രക്ഷപ്പെട്ട് വന്നിരിക്കുക. കലണ്ടറിൽ ഇനി ക്രോസ് ചെയ്യേണ്ടി വരുമെന്നാ എനിക്ക് തോന്നുന്നത്. ഇപ്രാവശ്യവും നമ്മൾ ജയിച്ചു മോനെ. ഈ വിജയം മനുഷ്യരുടെ വിജയമാണ്. ഇത് കണ്ടോ,
എന്റെ ചൂണ്ടയിൽ ഒരു വലിയ മീൻ കുടുങ്ങി കിടക്കാണ്. ആണോ ചിൽബുൾ? ഇയാള് കൊള്ളാലോ. നല്ലോണം വലിച്ചു പിടിക്ക്. എടാ ടിംബക്ടു, നീ എന്തിനാടാ വന്നത്? നീ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വീണ്ടും അവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കാ. അല്ല ഞാനത് ഈ വെള്ളത്തിൽ ഗോൾഡൻ ഫിഷിനെ തെരഞ്ഞു നടക്കായിരുന്നു. ആണോ? എന്നെ പിടിച്ചോ. വീണ്ടും ചെന്ന് തരയോ? ഞാൻ നിന്നെ വെറുതെ വിടില്ലടാ ചുൽബുൾ. എന്നെ കടിച്ചു കൊല്ലു. ആരെങ്കിലും രക്ഷിക്കണേ, എന്നെ ഒന്ന് രക്ഷിക്കണേ. ബോസ്, ആരാടാ നീ? ഇത് ഞാനാ, ടിംബക്ടു തന്നെയാണ് ബോസ്. നീ എന്തിനാടാ ഈ കോലത്തിൽ ഇവിടേക്ക് വന്നതാ? ബോസ്, എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം ആ വീറാണ്. എന്നെ കടിക്കാൻ വേണ്ടി അവൻ തേനീച്ചകളെ അയച്ചതാ. അവൻ ഇത്രയ്ക്ക് ധിക്കാരമോ? അവനാണോ നിന്റെ ശരീരത്തിൽ ഇത്രയും മുഴ വരുത്തിയത്? അവനെ ഞാൻ വെറുതെ വിടില്ല. ബോസ്, ഇത് കണ്ടോ? ഒരു തേനീച്ച. താങ്ക്സ് ബോസ്, താങ്ക്സ്. ഇതിനെയാണ് നമുക്ക് ആവശ്യം. ഇതിനെയാണ് ഞാൻ അന്വേഷിച്ചു കൊണ്ടിരുന്നത്. ഞാൻ അനിമൽ, ബേർഡ്സ്, ബഗ്സുകളെ കുറിച്ചൊക്കെയാണ് പരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നത്. ഏത് തേനീച്ചയെ വെച്ചാണോ വീർ നിന്നെ ഓടിപ്പിച്ചത്, അതേ തേനീച്ച ആ വീറിനെയും ഫുർസത് ഗഞ്ചിനെയും നശിപ്പിക്കുന്നതാണ്. കണ്ടോളൂ.